പുട്ടുമാത്തുവിനെ വിശ്വസിച്ചുകൊണ്ട് കിടന്ന കുറെ വാണങ്ങൾക്ക് നല്ല എണ്ണാക്കിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പുട്ടെണ്ണം പറഞ്ഞ കുറച്ച് കാര്യമൊന്ന് കേൾക്കാം. അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഒരു കാര്യം വേറെ കാര്യം പറയാം. ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല വാർത്ത ഈ അനാലിസിസ് ഒക്കെ ചെയ്യുന്നത്. എന്താണ് സത്യം, ആ സത്യം തുറന്നങ്ങ് പറയുക. കാരണം പല ആൾക്കാരോടും ചോദിച്ച് മനസ്സിലാക്കി ഗ്രൗണ്ടിൽ ഇത് കണ്ടവരോട് ചോദിച്ചു. ഇന്ത്യയിൽ റഫേൽ വീണ ഒരു ഭാഗത്ത് വീണ ആളിനോട് ചോദിച്ചു, കണ്ടു. ഇന്ത്യയിൽ റഫേൽ വിമാനം വന്ന ഒരാളുടെ തലയിൽ വീണു. അയാളെ കൊണ്ടുവരെ ചോദിച്ച് അങ്ങനെ കൃത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നാരദൻ ഇരുന്നുകൊണ്ട് നാരദ വർത്താനം പറഞ്ഞത്. ഇവൻ പറഞ്ഞത് എന്താണെന്ന് കേൾക്കണ്ടേ? അതാണ് തമാശ. ഒഫീഷ്യലി അപരാധം പറയുന്നതാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. ഈ ഒരു വാർത്ത, ഇതിന്റെ ആധികാരികതയെ പറ്റി ഇയാൾക്ക് ഒരു ഒരു ഞൊണ്ണേ അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? നമ്മളെയാണ് ഇങ്ങനെയുള്ളവരെ വളർത്തുന്നത്. വാസ്തവത്തിൽ ഞാൻ മുൻപേ പറഞ്ഞൊരു കാര്യമാണ്, ക്രിസ്ത്യൻസ് ആയിട്ട് കുറെ പേരെ ഇതിനകത്തേക്ക് ഇറക്കി വെക്കുകയും അവർ നടത്തുന്ന ഈ ഒരു വാഴ്ച അതിനെപ്പറ്റി പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഒരു വിഭാഗത്തിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സ്പർദ്ധതയുണ്ടാക്കി ഇല്ലാത്ത പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ കാണിക്കുന്ന വ്യഗ്രതയാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. അല്ലാതെ ഇങ്ങനെയൊരു സംഭവമില്ല. ഇന്ത്യൻ സൈന്യം പോയി പരാജയപ്പെട്ടു, 5 മിസൈൽ വിമാനം നഷ്ടപ്പെട്ടു, അത് 3 ഇവിടെ 2 അവിടെ, ഇങ്ങനെ ആധികാരികമായിരുന്നു കൊണ്ടാണ് നുണയം പറയുന്നത്. ഇതാണ് അവന്റെ സ്ഥിരമായ നടപടി. ഇപ്പൊ എന്താ ഈ ഒരു നുണ കൊണ്ടുവന്നതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ മറുനാടൻ മലയാളിക്ക് അടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പൊസിഷനിലേക്ക് തനിക്ക് അങ്ങ് കുത്തിക്കയറാമെന്നുള്ള ആ പ്രതീക്ഷയിലാണ്. മാത്രമല്ല നല്ല വ്യൂ ഇപ്പൊ കുറെ ദിവസമായിട്ട് കിട്ടുന്നുണ്ട്. നുണയ്ക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വൃത്തികേട് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഏതായാലും പൂരം എന്ന് പറഞ്ഞാൽ അതിന്റെ അടിയിലുള്ള കമന്റ്സിന്റെ ബഹളമാണ്. പക്ഷെ അത് അതിനേക്കാൾ കൂടുതൽ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസും ഒക്കെ വെച്ചുകൊണ്ട് നിരന്തരം ഇരുന്ന് പിച്ച എടുത്തുകൊണ്ട് ഈ പരിപാടി ചെയ്തിട്ട് ബാക്കിയുള്ളവരുടെ കാര്യവും ഇതേപോലെ വൃത്തികെട്ട രീതിയിൽ നുണപ്രചരണം നടത്തുന്ന ഇവനെ ഫണ്ടിങ്ങും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവൻ സമൂഹത്തിൽ സ്പർദ്ധതയാണ് വളർത്തുന്നത്. 1-2 പേര് ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ ഇടാം. ഇതിൽ കമന്റ്സിലേക്ക് പോയി നോക്കുമ്പോൾ ആദ്യത്തെ കമന്റ് കേൾക്കുക. ഞാൻ അട്രാക്റ്റീവായ കമന്റാണത്. കൃഷ്ണ ദാസ് CK എന്ന് പറയുന്ന ആളുടെ കമന്റാണ്. പുള്ളി പറഞ്ഞിരിക്കുന്നത്, മാത്യു സാമുവലിനെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവരിൽ ഒരാളാണ് ഞാൻ. ഇന്ത്യൻ മിലിറ്ററി ഉദ്യോഗസ്ഥരിൽ നിന്ന് നിങ്ങൾക്ക് മാത്രം എങ്ങനെ ഈ വാർത്ത കിട്ടി? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരായ ഇത്തരം തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത്. വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഇവനൊക്കെ ഇന്ത്യയുടെ യഥാർത്ഥ ശത്രു. ഇവൻ എന്താ സാരമായ പ്രശ്നമുണ്ട്. ആദരാഞ്ജലികൾ. ഓപ്പറേഷൻ സിന്ദൂർ, അതിനോടൊപ്പം തന്നെ തകർന്നത് മാത്യു സാമുവൽ എന്ന വ്യക്തിയുടെ വിശ്വാസ്യതയാണ്. അൺസബ്സ്ക്രൈബ്. ഇതിലും ഭേദം താൻ ഇന്നലെ വാർത്ത ചെയ്തതുപോലെ ഷാജനാണ്. ഒന്ന് പോടാ ചീത്തയാണ് സർ. ഇനി MDMA ഉപയോഗിക്കരുത്, വേണമെങ്കിൽ 2 അടിച്ചോളൂ. മത്തായി, ഈ വാർത്ത നുണയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി പുല്ലുവിലയെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അത് ഒരു കാര്യം പറയാം, നാരദ ന്യൂസ് നടത്തിക്കൊണ്ടിരുന്നവന്റെ പേര് തന്നെ അവൻ കണ്ടെത്തിയിരിക്കുന്ന നാരദ ന്യൂസ് എന്നുള്ളതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാവുന്നില്ല അവൻ പറയുന്ന നുണയാണെന്ന്. A to Z ഇവൻ നുണയാണ് പറയുന്നത്. ഒരു വിഭാഗം ജനതയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് അവരെ അടിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ചെയ്യുന്ന സ്ഥിരമായ നുണ വർത്തമാനങ്ങൾക്ക് ഇത് ഒരു നല്ല പ്രതിഫലമായിട്ട് കിട്ടുമെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് തീർത്തും നുണപ്രചരണം മാത്രമാണ്. ഇതേപോലെ തന്നെയാണ് അവന്റെ ഓരോ വാർത്തയും. ഞാൻ ഇതിനെപ്പറ്റി എടുത്തിട്ട് ഓരോ വാർത്തയുടെയും കൃത്യമായ വിവരങ്ങൾ എടുത്ത ശേഷം അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ആൾക്ക് പെട്ടെന്ന് കത്തി സ്റ്റോപ്പ് ചെയ്യിക്കേണ്ട അവസ്ഥയുണ്ട്. എനിക്ക് മറുപടി തരാതെ പകരം ഒരു പേപ്പറാണ് അയച്ചത്. അതായത് നിർത്തിക്കൊന്ന്. ഇനി ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നു. ആ വീഡിയോസ് ഞാൻ ഉറച്ചിരിക്കുന്നു. കാരണം ഇവൻ പ്രചരിപ്പിച്ചത് കളവാണെന്ന് തെളിയിക്കാനുള്ള ഡോക്യുമെന്റ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ നമ്മൾ പറയുന്ന ആരും വിശ്വസിക്കത്തില്ല. അപ്പോൾ ഉടനെ സുഡാപ്പിപ്പട്ടമായി നമ്മുടെ മതത്തിന്റെ ഇതായി 100 കാര്യങ്ങളാണ് പറയണത്. ഒരു കാര്യം മനസ്സിലാക്കൂ, ഇന്ത്യയിലുള്ള ഒരു മുസ്ലിം പോലും പാകിസ്ഥാൻ ഈ വിഷയത്തിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കത്തില്ല. ഇങ്ങനെ ഒരു കാരണവശാലും പാകിസ്ഥാന്റെ കൂടെ ഒരു കൂറും വെച്ച് പുലർത്താൻ ഒരു നല്ല ഇന്ത്യന് സാധിക്കുക ഇല്ല. ഈ ഒരു വിഷയത്തിൽ ഇസ്ലാമിയരെ നീക്കി നിർത്തുന്ന ഒരു രീതിയുണ്ട്. ഒരിക്കലും അത് പാടില്ലാത്ത കാര്യമാണ്. ഞങ്ങളെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് അയക്കും, ഇടിച്ച് പൊട്ടിച്ചിട്ട് വരുന്നതായിരിക്കും. അത്രത്തോളം വൈരാഗ്യത്തിലാണ് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ നിൽക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യരെയാണ് അപരവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഈ വൃത്തികേടിരുന്ന് പറഞ്ഞൊപ്പിച്ചുകൊണ്ടിരുന്നത് ഇത്രയും ദിവസം. ഇവൻ പറയുന്നത് നുണയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത മനുഷ്യർക്ക് നല്ല മറുപടി അവൻ തന്നെ കൊടുത്തു. ഇവനെയൊക്കെ കയറൂരി വിടുമ്പം ഇവനൊക്കെ ഇന്ത്യക്ക് വേണ്ടി പ്രൊട്ടക്റ്റീവായി സംസാരിക്കുമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ഏതോ നാട്ടിൽ പോയി ഇരുന്ന് ആ നാട്ടിനോടുള്ള കൂറാണ് അവൻ കാണിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന അവർക്ക് മദർ കൺട്രി പോലുമല്ല. അവരുടെ ഉദ്ദേശ ലക്ഷ്യം മറ്റൊന്നാണ്. അതാണ് ഞാൻ പറഞ്ഞ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ നമുക്കിടയിലുണ്ട്. മതം മാറ്റൽ ചടങ്ങുകൾ നടത്തുകയും അതിൽ കൂടെ ഇവിടെ ഉള്ളവരെ ഹൈജാക്ക് ചെയ്യാനും നടക്കുന്ന ശ്രമം നമ്മൾ അറിയാതെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. സാധാരണ ക്രിസ്ത്യാനികൾക്ക് ഈ വട്ടില്ല.
അവരുടെ സഭയ്ക്കകത്ത് കയറാനോ അവരുടെ എന്തെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് സംസാരിക്കാനോ ഒന്നിനും ഒരു അനുവാദവും ഇല്ല. അതേസമയം ഇപ്പുറത്ത് നിൽക്കുന്നവർ കണ്ണാടി പോലെ കാര്യങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്താലും ഒരു കുഴപ്പം എന്ന് പറയുന്നതിനകത്തിട്ട് ഇവരുടെ ഉള്ളിലുള്ള ആ വർഗീയതയാണ് പുറത്തേക്ക് ചാടുന്നത്. ഇവൻ തികഞ്ഞ ഒരു വർഗീയവാദിയാണ്. കള്ളവും പൈസ മോഷണവും ഒക്കെ തുടങ്ങി ഇവൻ്റെ നാട്ടുകാർ തന്നെ തന്ന സ്റ്റേറ്റ്മെൻറ്റിനാണ് ഇയാൾ മഹാരീതിയിൽ നമ്മളെ ഒന്ന് മ്യൂട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ സൈലൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നേരെ കയറിയത്. വാസ്തവവിരുദ്ധമായിട്ട് ഒരു കാര്യവും നമ്മുടെ ചാനലിൽ കൂടെ വരത്തില്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. പിന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. ഒരാൾ കൊടുത്തിരിക്കുന്ന കേസിൻ്റെ വേണം സാരാംശം വായിക്കാം. അത് കൃത്യമായ ഒരു ഇതാണ്. നമുക്ക് ഓരോ പേഴ്സൺ ടു പേഴ്സൺ കേസിന് പോകേണ്ട ഒരു അത്യാവശ്യ ഘട്ടമുണ്ട്. എൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊടുത്ത കേസിൻ്റെ രൂപരേഖ ഞാൻ പറയാം. അതായത് ഈ കേസ് കൊടുത്തിരിക്കുന്ന അഡ്വക്കേറ്റ് സാബീർ പെരുമ്പാവൂരാണ്. മാത്യു സാമുവൽ, ഏജ്ഡ് 53 ഇയേഴ്സ്. ഇവന് എതിരായിട്ടുള്ള കേസാണ് കേട്ടോ. മേൽ പേര് വിവരം കാണിച്ച വ്യക്തി തൻ്റെ യൂട്യൂബ് ചാനലിൽ 7-ാം തീയതി ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന അഭിമാനകരമായ സൈനിക നടപടിയെ സംബന്ധിച്ചും ഇന്ത്യൻ പോർ വിമാനങ്ങൾ പാകിസ്ഥാനിലും ഇന്ത്യയിലും ഉൾപ്പെടെ പൊട്ടിത്തെറിച്ചു എന്ന് അടക്കം ഇന്ത്യൻ സൈന്യമോ മറ്റ് അധികൃതരോ പരസ്യപ്പെടുത്താത്തതും അവാസ്തവമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മുൻപ് മതസ്പർദ്ധത ഉണ്ടാക്കുന്ന തരത്തിൽ വീഡിയോ ഇട്ടതിന് കേസ് ഉണ്ടായിരുന്നതും കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച വ്യക്തിയുമാണ് മേൽ സൂചിപ്പിച്ച വീഡിയോ പോസ്റ്റ് ചെയ്ത ആൾ. മുൻപ് മതസ്പർദ്ധത ഉണ്ടാക്കുന്ന തരത്തിൽ ഇതിട്ടിരിക്കുന്നുള്ള കാര്യം അവിടെയുണ്ട്. ഇത് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരാണ്. രാജ്യത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടുന്നു. രാജ്യത്തിന്റെ സൈനിക ശക്തി അപഹാസ്യമാക്കുന്നതിനും ഭാരതീയ സുരക്ഷാ സംഹിത 2023 152 വകുപ്പ് പ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമാണ്. ആകയാൽ മേപ്പടി മാത്യു സാമുവൽ എന്നിവർക്കെതിരെ യുക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളാൻ അപേക്ഷ. ഈ ഒരൊറ്റ സാധനം കൊണ്ട് യൂട്യൂബ് പോളിസിക്ക് എഗൻസ്റ്റായിട്ട് അവൻ ചെയ്തു ചാനൽ പൂട്ടിക്കുകയാണ് വേണ്ടത്. കാരണം ഇത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ ഇത് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. നിരന്തരമായിട്ടിരുന്നു കൊണ്ട് ഈ ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇവൻ പറയുന്നത്. ഇവൻ പറയുന്നത് ഇവന്റെ മനസ്സിലെ സങ്കല്പമാണ്. MDMA അടിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഇവൻ പറയുന്ന ഇവന്റെ സങ്കല്പ ലോകത്തിലുള്ള സംഗതികൾ ഇങ്ങനെ പറഞ്ഞു തള്ളുമ്പം ഇത് വിശ്വസിച്ചുകൊണ്ട് ഒരു വിഭാഗം ജനതയെ വല്ലാണ്ട് വെറുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ചേർന്ന് നിന്ന് പൊരുതേണ്ട ഒരു ആവശ്യഘട്ടത്തിൽ ഒരു വിഭാഗത്തിനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്താൻ വേണ്ടി ഇവർ തന്നെ ചമച്ചുണ്ടാക്കിയത് ഒരു കാര്യമാണിതെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ആരാണ് ശത്രുക്കളെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു അവസരത്തിൽ ചേർന്ന് നിൽക്കുന്ന സഹോദരങ്ങളെ നീക്കി നിർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കുൽസിത ശക്തികൾ ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഇവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. ഇത് മലനാടൻ ഇപ്പോൾ അനുഭവിക്കുന്നത്, അതായത് മറുനാടൻ മലയാളിക്ക് ഇപ്പോൾ കിട്ടിയ ഒരു പ്രോബ്ലത്തിനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇവർ ഇപ്പോൾ ഈ ഒരു സംഗതിയും കൊണ്ടുവന്നത്. ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഇനി ഇവന് നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ ഇവന് മറുനാടൻ മലയാളിക്ക് കിട്ടുന്ന വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇവൻ്റെ സർക്കസ് മാത്രമാണിത്. യൂട്യൂബ് മണി എന്ന് പറയുന്ന നല്ല ടേസ്റ്റുള്ളൊരു സാധനം. അത് പറഞ്ഞില്ലേ, ഒരു മലത്തിൽ കിടന്നാലും നക്കിയെടുക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവനെ പോലുള്ളവർ. പുട്ടു മാത്യു എന്ന് പറയുന്ന ഈ വൃത്തികെട്ട സാധനം പ്രചരിപ്പിച്ചിരുന്ന സാർവത്രികമായ വൃത്തികേടുകൾക്ക് ഒരു തുടക്കമാകട്ടെ, നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള തുടക്കമാകട്ടെ എന്ന് മാത്രം പറയുന്നു. വളരെ സന്തോഷമുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മളിത് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. സുഡാപ്പി പട്ടം തന്നിരിക്കുന്നുണ്ട്, നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടത്തില്ല. പക്ഷെ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് അവൻ നാളിതുവരെ പ്രചരിപ്പിച്ചത്. ഓരോന്നും ഫാക്ട് ചെക്ക് എടുത്ത് ഞാൻ കൃത്യമായി എവിഡൻസ് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഘം മിനി പാകിസ്ഥാൻ, അത് ഇത് ഇവന് സ്ഥിരമായി ഇത് തന്നെയാണ് ഇവൻ്റെ പറച്ചിൽ മുഴുക്കുക. ഇത് പെയ്ഡ് ആണെന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മാത്രം മതി. അമ്മാതിരി ഒരു വൃത്തികെട്ട സാധനമാണ് ഇവൻ. ഇവനെ ഒരു കാരണവശാലും ഇവൻ്റെ ഒരു ചാനലിൽ വരുന്ന ഒരു ന്യൂസും ഫാക്ട് ചെക്ക് നോക്കാതെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുകയാണ് ആദ്യം വേണ്ടത്. സമൂഹത്തിൽ നടക്കുന്ന പ്രോബ്ലംസിനെ കാര്യക്ഷമതയോടുകൂടി നമ്മളിലേക്ക് എത്തിക്കുന്നവരെ ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടേഴ്സ് എന്ന് പറയാം. അല്ലാതെ നുണപ്രചരണം നടത്തുന്നവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. ഇനി ഈ യുദ്ധത്തിനോടനുബന്ധിച്ച് പൂർണ്ണ ഐക്യദാർഢ്യം മാത്രവുമല്ല, ജീവൻ ബലിയാൻ വരെ തയ്യാറായി നിൽക്കുന്നവരാണ് ഇസ്ലാമിയരെന്ന് ഞാൻ എടുത്തു പറയും. പ്രത്യേകിച്ച് ഇന്ന കമ്മ്യൂണിറ്റി എന്നല്ല, ഇന്ത്യക്കാർ. കാരണം ഇത് സ്ഥിരമായി അവർക്ക് തോന്നുമ്പോൾ ഇങ്ങോട്ട് വരിക, വെടിവെട്ടിക്കുക, നമ്മുടെ സാധാരണ മനുഷ്യരെ അങ്ങോട്ട് കൊന്നുകളയും, നമ്മൾ മൗനമായി ഇതങ്ങോട്ട് സഹിക്കുക. യുദ്ധം വരുമെന്ന് ഭയപ്പെട്ട് പലരും എഴുതുന്നുണ്ട്. യുദ്ധം വരണം, ഇത് നിർത്തലാക്കണം, അതൊരു ഭീകര രാജ്യമായിട്ട് പ്രഖ്യാപിക്കണം, മറ്റ് രാജ്യങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കും. ഇവർ തമ്മിൽ ഒരു തർക്കവുമില്ലല്ലോ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പം എന്ത് തർക്കം ഇരിക്കുന്നു? ഇപ്പം അവിടുന്ന് ആൾ വന്ന് ഇത്രയും മനുഷ്യരെ വെടിവെച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ അത് ഭീകര രാജ്യമായിട്ടല്ലേ ആ പോക്കർത്തരം കാണിച്ചത്? അവർ ഭീകര രാജ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. 100 വട്ടം നമ്മളത് എടുത്തും പേർത്തും പറയുന്നുണ്ട്. അത് ഇന്ന ആൾക്കാരാണ്, ഒരിക്കലുമില്ല. ഞങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായി ജീവിക്കണം. അതിന് ഈ പറയുന്ന രീതിയിലുള്ള വൃത്തികേടല്ല. ഒരിക്കലും ഈ പറയുന്ന വൃത്തികേട് ഇസ്ലാം അനുവദിക്കുന്നത് പോലുമില്ല. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതെന്ന് മാത്രം. ഇവൻ നുണയനാണ്, പച്ച നുണയനാണ്. പുട്ട്
അതായത് ചെറിയ പ്രായത്തിൽ വിശപ്പിന് വേണ്ടിയിട്ട് ഇത്തിരി പുട്ട് മോഷ്ടിച്ചതോടെ ആ കാക്ക പിടിച്ച് 2 പൊട്ടിച്ചു. അന്ന് ആ കാക്കയോട് തോന്നിയ വൈരാഗ്യം അവൻ ഇന്നും ആ വിഭാഗത്തിനോട് കാണിക്കുന്നു. അത് രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോയി ഇല്ല എന്നോണ പറഞ്ഞ് പൊല്ലാവചനം പറഞ്ഞ് ഇപ്പം ഇത് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത്. രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ കാര്യം മറുനാടൻ മലയാളിയുടെ പ്ലേസ്മെന്റ് എടുക്കുക. രണ്ടാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പുതിയ വാർത്ത ഉണ്ടാക്കിയെടുത്ത് പാകിസ്ഥാനോട് നമ്മൾ തോറ്റു എന്ന ഒരു ടേം കൊണ്ടുവരുമ്പോൾ നമുക്ക് കൂടുതൽ ഇന്ത്യക്കാർക്ക് കുറച്ച് കൂടുതൽ വൈരാഗ്യം ഇസ്ലാമിയരോടും പാകിസ്ഥാനികളോടും വരും. ഇപ്പം പാകിസ്ഥാനികളോട് മാത്രമല്ല അവർ ദേഷ്യപ്പെടുക, അവർ ഇസ്ലാമിയരോട്. ഇനി അടുത്ത ഇവൻ്റെ ഇത് പാകിസ്ഥാനികളെ സപ്പോർട്ട് ചെയ്യുന്ന ഇസ്ലാമി ഇങ്ങനെയായിരിക്കും. ഇവൻ കൊണ്ടുവന്ന റൂട്ടിലേക്ക് വരാനുള്ള ഒരു തുടക്കമായിരുന്നു ഈ ഇട്ടത്. പക്ഷെ പാളിപ്പോയി എന്നുള്ളതാണ്. നല്ല വൻതോതിൽ പൊളിഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. അവൻ്റെ ചാനലിൻ്റെ പേര് പോലും നാരദൻ എന്നാണ്. അതിൻ്റെ അർത്ഥം നുണ പറയുന്നവൻ എന്ന് തന്നെയാണ്. 2 വിഭാഗക്കാരെ തമ്മിൽ തല്ലിച്ച് ഇടയിൽ നിന്ന് കാര്യം സാധിക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വക്താവാണ് അവൻ. അതിന് ഫണ്ടിങ്ങുമുണ്ട്. അവൻ പറയുന്നത് മുഴുനീള നുണയുമാണ്. ഒരു 100 എണ്ണം ഞാൻ തന്നെ എടുത്ത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. ഞാനിത് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതേ ഉള്ളൂ. ഇദ്ദേഹത്തിന് മനഃപൂർവ്വമായി താങ്ക്സ് പറയുന്നു. അഡ്വക്കേറ്റ് മുഹമ്മദ് സബീറാണ്, പെരുമ്പായിൽ ഹൗസ്. വളരെ നല്ല കാര്യം. പാലക്കാട് സ്വദേശിയാണ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല കാര്യം. സൂപ്പർ പെർഫെക്റ്റ്. അങ്ങനെ തന്നെ വേണം. ഒരു അഭിമാനബോധമുള്ള ഇന്ത്യൻ പൗരൻ ചെയ്യേണ്ട കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അക്ഷരം തെറ്റാതെ അദ്ദേഹത്തിന് ദേശാഭിമാനി എന്ന് നമുക്ക് പറയാം. അത്രത്തോളം രാജ്യസ്നേഹമുള്ള ഒരു മനുഷ്യനാണ് ഇത് ചെയ്തത്. നമ്മുടെ രാജ്യം മറ്റൊരാളുടെ മുന്നിൽ തലകുനിക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത മനുഷ്യർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് സത്യമായ കാര്യം. സല്യൂട്ട്. താങ്ക് യു സോ മച്ച്.